പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാന സംഭവ വികാസങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഗസയിൽ ഒരിക്കൽ കൂടി ഇസ്രയേൽ സേനയ്ക്ക് കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഇന്നലെ രാത്രിയോടെ ഇസ്രയേൽ സേനയിലെ 5 സൈനികർ കൊല്ലപ്പെട്ട ഒരു ആക്രമണമാണ് ഹമാസ് ഇസ്രയേൽ സേനയ്ക്ക് നേരെ നടത്തിയത്. 14 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയുമുണ്ട്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള വാർത്തയായിരുന്നു ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിലിപ്പോൾ ഈ 5 പേരുടെ മരണം എന്നത് 6 ആയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തുവരുന്നത്. അങ്ങനെ 6 സൈനികരുടെ ജീവൻ കൂടി നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഗസയില് ഇസ്രയേൽ സേനയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി. ജൂൺ 24 തീയതിയാണ് 7 സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ട ആക്രമണം ഹമാസ് ഇസ്രയേൽ സേനയ്ക്ക് നേരെ നടത്തിയത്. ഇന്നലെ രാത്രി ബെയ്ത്ത് ഹാനൂനിലെ വഴിയോരത്ത് സ്ഥാപിച്ചിരുന്ന ബോംബുകളാണ് പൊട്ടിത്തെറിച്ചത്. 3 ബോംബുകൾ അങ്ങനെ വഴിയോരത്ത് സ്ഥാപിച്ചിരുന്നു. റിമോട്ട് ഉപയോഗിച്ച് ആ 3 ബോംബുകൾ പൊട്ടിക്കുകയായിരുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട 4 പേർ ഇസ്രയേൽ സൈന്യത്തിന്റെ അൾട്രാ ഓർത്തഡോക്സ് വിഭാഗമായ നെറ്റ്സ യഹൂദ ബറ്റാലിയനിൽ നിന്ന് ഉള്ളവരാണ് എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. അതേസമയം അമേരിക്കയിലുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഈ സംഭവത്തോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഈ ദുഃഖാർത്ഥമായ പ്രഭാതത്തിൽ ഹീറോകൾക്ക് മുന്നിൽ തലകുനിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നെതന്യാഹു ഈ സൈനികരെ അനുസ്മരിച്ചത്. അങ്ങനെ ഇസ്രയേൽ ഗസയിലേക്ക് 2023 ഒക്ടോബറിന് ശേഷം നടത്തിവന്ന ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട ഇസ്രയേൽ സൈനികരുടെ എണ്ണം 449 എന്നാണ് ഔദ്യോഗികമായ കണക്ക്. അതേസമയം ഖസം ബ്രിഗേഡ്സിന്റെ അവരുടെ വക്താവ് സ്പോക്സ് പേഴ്സൺ അബു ഉബൈദ പറയുന്നു, അധിനിവേശ ശക്തികൾക്ക് കൃത്യമായ തിരിച്ചടികൾ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അത് മണ്ടനായ ഒരു പ്രധാനമന്ത്രി കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി മണ്ടനായ നെതന്യാഹു ഈ കുരുതിക്കളത്തിലേക്ക് ഇങ്ങനെ സൈനികരെ കുരുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അബു ഉബൈദ പ്രതികരിക്കുന്നത്. അതേസമയം തന്നെ നേരത്തെ ഇയാൽ സമീർ, അവിടുത്തെ ഇസ്രയേലിന്റെ സൈനിക മേധാവിയും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഒരാഴ്ച മുൻപാണ്, ഇനിയും ഇസ്രയേൽ സേന അവിടെ തുടരുന്നത് നമ്മുടെ സൈനികരുടെ ജീവന് അപകടമാണ് എന്ന നിലയിൽ സർക്കാരിനെ ധരിപ്പിച്ചിരുന്നു സൈനിക മേധാവി. അവിടുത്തെ സാഹചര്യം അത്രത്തോളം വഷളാണ് എന്ന നിലയിൽ. അതേസമയം നമ്മൾ യമനിലേക്ക് വരുമ്പോൾ മാജിക് സീസ് എന്ന് പറയുന്ന കപ്പൽ ഇന്നലെ മുക്കിയ കാര്യം നമ്മൾ പറഞ്ഞു, ദൈവനാമത്തിൽ മുക്കിയ കപ്പൽ. അപ്പൊ ആ സമയത്ത് യമന്റെ സൈനിക വക്താവ് യഹിയ സാരി പറഞ്ഞിരുന്നു, ഇതിന്റെ ഓഡിയോ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ലഭ്യമാണ്, ഓഡിയോ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ തരും കപ്പൽ മുക്കുന്നതിന്റെ. അപ്പൊ എന്താണെന്ന് മനസ്സിലായില്ല, പക്ഷെ ഇന്നാണത് മനസ്സിലായത്. ഇന്നാണ് അവരിത് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കപ്പലിന് കുറെ വാർണിംഗുകൾ കൊടുക്കുന്ന കുറെ ഓഡിയോയാണ്, ഒരു 4-5 മിനിറ്റ് നീളമുള്ള ക്ലിപ്പാണ്. അതിൽ ആദ്യ ഭാഗത്ത് ഈ കപ്പലിന് നിരന്തരമായി വാർണിംഗുകൾ കൊടുക്കുന്ന ശബ്ദമാണ് ആദ്യ ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്താണ് ഈ കപ്പലിന് നേരെ ആക്രമണം നടത്തുന്നതും പിന്നീട് കപ്പൽ മുങ്ങുന്നതുമായ ദൃശ്യങ്ങളൊക്കെ ഹൂത്തികൾ പുറത്തുവിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ യമൻ പുറത്തുവിട്ടിരിക്കുന്നു. അതുപോലെ ഇസ്രയേൽ യമനിലേക്ക് നടത്തിയ ആക്രമണത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടായത്. അപ്പോ ഇസ്രയേൽ യമനിലേക്ക് നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് യഹിയ സാരി വീണ്ടും പറയുന്നു, അത്തരത്തിലുള്ള ആക്രമണങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള സംവിധാനം യമൻ ഇതിനകം ഉണ്ടാക്കി കഴിഞ്ഞു. യമന് വളരെ വിശേഷപ്പെട്ട ഒരു വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. ഇസ്രയേലിന്റെ പല ഫൈറ്റർ ജെറ്റുകളെയും തുരത്തിയോടിച്ചു യമന്റെ ഈ സേന എന്നാണ് പറയുന്നത്. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനവും സേനയും ചേർന്ന് ഇസ്രയേലിന്റെ ഫൈറ്റർ ജെറ്റുകളെ 10-ലധികം ഫൈറ്റർ ജെറ്റുകളെ യമന്റെ ആകാശത്തേക്ക് എത്തുന്ന സമയത്ത് തന്നെ തുരത്തിയോടിച്ചു എന്നൊരു അവകാശവാദം കൂടി യഹിയ സാരി നടത്തുന്നുണ്ട്. അതായത് ഈ വലിയ ആക്രമണം നടത്താനൊക്കെ ഇസ്രായേൽ പദ്ധതിയിട്ട് വന്നുവെങ്കിലും 20 കേന്ദ്രങ്ങളിലോ മറ്റോ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും അതൊന്നും യമൻ അംഗീകരിക്കുന്നില്ല, ഹൂത്തികൾ അംഗീകരിക്കുന്നില്ല, യമന്റെ സൈനിക മേധാവി അംഗീകരിക്കുന്നില്ല. ഇസ്രയേലിന്റെ വിമാനങ്ങളെ വിരട്ടിയോടിച്ചു ഞങ്ങളുടെ സേന എന്നാണ് യഹിയ സാരി പറയുന്നത്. മാജിക് സീസ് എന്ന പേരുള്ള കപ്പലാണ് കഴിഞ്ഞ ദിവസം യമൻ ദൈവനാമത്തിൽ മുക്കിയത്. ഇന്ന് മറ്റൊരു കപ്പലിന് നേരെ കൂടി ചെങ്കടലിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. എറ്റേണൽ സി എന്നൊരു കപ്പൽ കൂടി ആക്രമിക്കപ്പെട്ടു. ആ ആക്രമണത്തിൽ കപ്പലിലെ 3 പേർ മരിച്ചു, 2 പേരെ കാണാനില്ല, 2 പേർക്ക് പരിക്ക് എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. അതായത് യമൻ പറയുന്നത്, ഹൂത്തികൾ പറയുന്നത്, തുടർച്ചയായ മുന്നറിയിപ്പുകൾ ഈ കപ്പലുകൾ അവഗണിക്കുകയാണ്. ഇസ്രയേലിലേക്ക് പോകരുത്, ഇസ്രയേൽ ഒരു കാരണവശാലും ഇസ്രയേലിലേക്ക് ഒരു തരത്തിലുള്ള കാർഗോ അത്തരത്തിലുള്ള സംഭവങ്ങളുമായി പോകരുത് എന്ന് ഏത് തരത്തിലൊക്കെ പറഞ്ഞിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇസ്രയേലിലേക്ക് ചരക്കുമായി കപ്പലുകൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആക്രമിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇനി ഇത് ഒരു മുന്നറിയിപ്പായി തന്നെ എല്ലാ കപ്പൽ കമ്പനികൾക്കും അത് കാർഗോ ഷിപ്പുകൾക്കൊക്കെ യമൻ നൽകുകയാണ്. അതായത് ഇസ്രയേലിലേക്ക് ഇത്തരത്തിൽ ചരക്കുമായി പോകുന്ന കപ്പലുകളെ തങ്ങൾ ആക്രമിക്കുമെന്ന്
യമൻ ഉറപ്പിച്ചു പറയുന്നു. അതിന്റെ കൂടെ വരുന്ന വാർത്തകൾ വെച്ചാൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട അമേരിക്കയിൽ ഇപ്പോൾ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുന്നു. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങിയില്ല കേട്ടോ, അതിന് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിനകം അവർ നടത്തിയ ചർച്ചകളായിട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഗസയിലെ വെടിനിർത്തലിനെ കുറിച്ചല്ല, മറിച്ച് ഗസയിലെ മനുഷ്യരെയൊക്കെ നിർബന്ധിതമായി എവിടെയെങ്കിലും ബലം പ്രയോഗിച്ച് ഇറക്കി വിടുന്നതിനെ കുറിച്ചുള്ള ചർച്ചയൊക്കെ നടന്നു എന്നുള്ള നിലയിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നത്. അതായത് ഈ 365 ചതുരശ്ര കിലോമീറ്ററിൽ ജീവിക്കുന്ന 22 ലക്ഷം മനുഷ്യരെ, അതിലൊരു 19,000 പേരിലധികം കൊന്നുകളഞ്ഞു. അങ്ങനെ ആ മനുഷ്യരെ എല്ലാം കൂടി നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച് എങ്ങോട്ടെങ്കിലും മാറ്റുന്നതിനെ കുറിച്ചാണ്. 22 ലക്ഷം പേരെയാണ് മാറ്റേണ്ടത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നുവെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ നമുക്ക് ഈ എത്ര മനോഹരമായ ലോകമെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഒരു കാര്യം, ഇന്ന് ഇപ്പോൾ ഗസ വെടിനിർത്തൽ കൂടി ചർച്ചയാകുന്നുണ്ട്. അതിപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചർച്ച തുടങ്ങുകയോ തുടരുകയോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാകാം. അതായത് ഇസ്രായേൽ സൗദി സമയം രാത്രി 11:30 ആ ചർച്ച. അതായത് അമേരിക്കൻ സമയം വൈകിട്ട് 4:30 ഇന്ത്യൻ സമയമാകുമ്പോൾ പുലർച്ചെ 2 മണിയൊക്കെ ആകും. അപ്പൊ ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി രണ്ടാമത്തെ ഒരു മീറ്റിംഗിന് ഇരിക്കുന്നു. അപ്പൊ അതില് ഗസ വെടിനിർത്തൽ ചർച്ചയാകുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതേസമയം സ്റ്റീവ് വിറ്റ്കോഫ്, ഇദ്ദേഹത്തിന്റെ ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി, പറയുന്നത് ലാസ്റ്റിംഗ് പീസ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഡീല് ഈ ആഴ്ച അവസാനത്തോടെ ഉണ്ടാകും. കാരണം ട്രംപ് നിർബന്ധം പിടിക്കുന്നു ഈ ആഴ്ച അവസാനത്തോടെ ഡീല് വേണമെന്ന്. അതുകൊണ്ട് ഗസ ഇസ്രയേൽ അല്ലെങ്കിൽ ഹമാസ് ഇസ്രയേൽ ഡീല് ഈ ആഴ്ച അവസാനത്തോടെ ഉണ്ടാകുമെന്നാണ് വിറ്റ്കോഫ് പറയുന്നത്. വിറ്റ്കോഫ് ഇതിനകം തന്നെ എനിക്ക് തോന്നുന്നത് ദോഹയിൽ എത്തിയിട്ടുണ്ട് ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട്. അതേസമയം നമ്മൾ ഈ നേരത്തെ ഞാൻ ഈ പറഞ്ഞത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, എത്ര മനോഹരമായ ലോകമെന്ന് നമുക്ക് ചിന്തിക്കാനുള്ള കാരണം ഭയങ്കര കോമഡികളാണ്. ഒന്നെന്ന് വെച്ചാൽ ഈ ഹമാസുമായിട്ടാണ് ഇപ്പോഴും ഇസ്രയേൽ വെടിനിർത്തൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹമാസാണ് ഇസ്രയേലിന് പിടിച്ചുകൊണ്ടുപോയി ബന്ദികളെ മോചിപ്പിക്കേണ്ടതും. പക്ഷേ ഇസ്രയേൽ പറയുന്നത് ഈ ചർച്ചയൊക്കെ ഞങ്ങൾ ഹമാസുമായിട്ട് നടത്തും, പക്ഷേ ചർച്ചയ്ക്ക് ശേഷം, ഈ വെടിനിർത്തലിന് ശേഷം അവിടെ ഹമാസ് ഉണ്ടാകരുതെന്നാണ്. ഹമാസ് ഉണ്ടാകില്ല, ദർ ഇസ് നോ ഹമാസ് എന്നാണ് നെതന്യാഹു പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഹമാസുമായി ചർച്ച നടത്തുന്നു, ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ ഹമാസുമായി ധാരണയുണ്ടാക്കി കൈമാറ്റം ചെയ്യുന്നു, അതിനുശേഷം ഹമാസ് അവിടെ ഉണ്ടാകരുത് എന്ന് പറയുകയും ചെയ്തു. അപ്പൊ എങ്ങനെയാണത് ശരിയാവാന്ന് എനിക്കറിയില്ല. ഒരു ക്ലോസ് ആയിട്ട് തന്നെ ചിലപ്പോൾ അവരത് വെക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു തമാശ, ലോക കോമഡി എന്നൊക്കെ പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ, ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്തുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു നൊബേൽ പീസ് പ്രൈസ് കമ്മിറ്റിക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്തിന്റെ കോപ്പിയും കൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലേക്ക് കഴിഞ്ഞ ദിവസം പോയത്. അപ്പൊ ആ കത്ത് ട്രംപിന് കൈമാറിയിട്ടുണ്ട്. ഞാൻ അങ്ങേ സമാധാനത്തിന്റെ ദൂതനായി അല്ലെങ്കിൽ വെള്ളരിപ്രാവായി ഞാൻ അങ്ങേ നിർദ്ദേശിച്ചിട്ടുണ്ട്, അങ്ങേക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഈ ഏറ്റവും ഒടുവിൽ ഇറാനിലേക്ക് വരെ ഏകപക്ഷീയമായി എല്ലാ അന്താരാഷ്ട്ര മര്യാദകളെയും ലംഘിച്ചുകൊണ്ട് ഈ ബ്രിക്സ് രാജ്യങ്ങളുടെയൊക്കെ ഭാഷയിൽ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളുടെയും ഭാഷയിൽ തനിത്തമ്മാടിത്തരം കാണിച്ച അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ് സമാധാനത്തിന്റെ നൊബേൽ സമ്മാനം കിട്ടണം എന്ന് ആ നിലയ്ക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. ആ നോമിനേറ്റ് ചെയ്യുന്ന ആളുടെ പേരാണ് ഏറ്റവും രസകരം, ബെഞ്ചമിൻ നെതന്യാഹു. ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കൊതിയനും. കൂടുതൽ ഞാൻ പറഞ്ഞു പോകുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാലോ ബെഞ്ചമിൻ നെതന്യാഹു ആരാണെന്ന്. അപ്പൊ അതൊക്കെയാണ് സമാധാനത്തിന്റെ നൊബേൽ സമ്മാനത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിലേക്ക് പോകുന്ന പേരുകൾ. ട്രംപിന്റെ പേര് കൂടി പോകുമ്പോൾ അതിന്റെ പശ്ചാത്തലമൊക്കെ നമ്മൾ ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ നല്ല രസമുണ്ട് എന്നുകൂടി പറയാനാണ്. അപ്പൊ ആ കത്തിന്റെ കോപ്പി ഏതായാലും ട്രംപിന് കൈമാറിയിട്ടുണ്ട്. മറ്റു ചില വാർത്തകൾ, ഈ ഹൈഫ റിഫൈനറി, നമ്മളെ റിഫൈനറിയുടെ ഒരു ബസാൻ റിഫൈനറിയുടെ ഒരു തകർച്ചയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വലിയ തോതിൽ തകർന്നുപോയി ആ റിഫൈനറി. അപ്പൊ അത് 2-3 മാസം കൊണ്ട് അത് റെഡിയാക്കിയെടുത്ത് ഒക്ടോബറിൽ അത് വീണ്ടും തുറക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോ ഹൈഫ മുനിസിപ്പാലിറ്റി ഹൈക്കോടതി കൊണ്ടൊരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. അത് അവിടെ നിന്ന് പൊളിച്ചുകൊണ്ട് പോകണം, അതിന്റെ ഒരു അപകടാവസ്ഥയൊക്കെ വെച്ചിട്ട് അത് ഇനി അവിടെ തുടരുന്നത് അവിടുത്തെ നഗരത്തിന് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഹൈക്കോടതിയെ സമീപിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അപ്പൊ അതിൽ തന്നെ ഈ ബസാൻ റിഫൈനറി എന്ന് പറയുന്നത് ഇസ്രയേലിലെ ആകെയുള്ള എണ്ണയുടെ 2% സംസ്കരിക്കുന്ന ശുദ്ധീകരണശാലയാണത്. അപ്പൊ അതാണിപ്പോ അടച്ചുപൂട്ടി കിടക്കുന്നത് എന്നുള്ളതും അതാ ചിലപ്പോൾ പൊളിച്ചു മാറ്റിക്കൊണ്ട് എവിടെയെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ട് എന്ന നിലയിലേക്കുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്.
അതേസമയം ഇറാൻ ചൈനയുടെ സർഫസ് ടു എയർ മിസൈലുകൾ വാങ്ങി, SAM എന്നാണ് ഇത് പറയുന്നത്, സർഫസ് ടു എയർ മിസൈൽസ്. ആ മിസൈലുകൾ വാങ്ങി എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇറാൻ മാധ്യമങ്ങളിൽ. പകരം ഇറാൻ നൽകിയത് ഓയിൽ ഷിപ്മെന്റുകളാണ് എന്നുള്ള വാർത്തയാണ്. അതായത് ഈ ഇറാൻ ഈ വലിയ ഉപരോധമൊക്കെ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്തും അതൊന്നും വകവയ്ക്കാതെ ചൈനയാണ് ഇറാന്റെ 90% എണ്ണയും വാങ്ങുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ആധുനിക ആയുധങ്ങൾ ചൈന ഇറാന് നൽകുമ്പോൾ ഇറാൻ പകരം കുറച്ച് ഷിപ്മെന്റുകൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ്, എണ്ണ അയച്ചു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വാർത്തയാണ്. അപ്പൊ അത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഈ 12 ദിവസ യുദ്ധത്തിന് ശേഷം സൈനികമായി കൂടുതൽ കരുത്താർജിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വാർത്ത. അതുപോലെ ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞൊരു കാര്യം, ആണവ പദ്ധതിയിൽ ഇറാനുമായി സഹകരിക്കാൻ റഷ്യ തയ്യാറാണ്. അതുപോലെ സാങ്കേതികവിദ്യ കൈമാറാൻ റഷ്യ തയ്യാറാണ്, യുറേനിയം നൽകാൻ തയ്യാറാണ്. അവരുടെ പ്ലാന്റുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇടപെട്ട് അവിടേക്കൊക്കെ ആവശ്യമുള്ള സാങ്കേതിക സഹായം നൽകാൻ റഷ്യ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ റഷ്യയുടെ വിദേശകാര്യമന്ത്രി പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം റിയോ ഡി ജനീറോയിൽ നിന്ന് നേരെ ജദ്ദയിലേക്കാണ്, സൗദി അറേബ്യയിലെ ജദ്ദയിലേക്കാണ് വന്നത്. അവിടെ അദ്ദേഹം സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായി ചർച്ച നടത്തി. മക്കയിലാണ് ആ ചർച്ച നടന്നതെന്നാണ് ഉള്ള വാർത്ത. അദ്ദേഹം ഈ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ, ഈ മേഖലയുമായി ബന്ധപ്പെട്ട്, കഴിഞ്ഞ യുദ്ധവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള, ഒപ്പം പരസ്പര സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ സംസാരിച്ചു എന്നുള്ള വാർത്തയാണ് പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ നമ്മൾ ഗസയിലേക്ക് വരുമ്പോൾ അവിടെ ഇന്നും 24 മണിക്കൂറിൽ ഏതാണ്ട് 70ഓളം പേർ മരിച്ചു എന്നുള്ള വാർത്തയാണ്. അതിൽ തന്നെ ഭക്ഷണം കാത്തുനിന്ന 8 പേർ മരിച്ചു എന്നുള്ള വാർത്തയും കൂടി അതിന്റെ കൂടെ വരുന്നു. അതായത് ഈ ഭക്ഷണം കാത്തുനിന്ന, അമേരിക്കയുടെയും ഇസ്രയേലും നടത്തുന്ന ക്യാമ്പുകളിൽ ഭക്ഷണത്തിനു വേണ്ടി വരി നിന്ന എരിയുന്ന വയറുകൾ, അങ്ങനെ 766 പേരെയാണ് കഴിഞ്ഞ 40 ദിവസത്തിനിടെ ഇസ്രയേൽ സേന കൊന്നുകളഞ്ഞതെന്നുള്ളതാണ്. 766 പേര്, 5000-ലധികം പേർക്ക് ഇങ്ങനെ ഭക്ഷണശാലകളിൽ ക്യൂ നിന്നപ്പോൾ മാത്രം പലതരത്തിൽ ഇസ്രയേൽ സേനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നുള്ള വാർത്ത കൂടി സ്ഥിരീകരിക്കുന്നു പലസ്തീനിൽ നിന്നുള്ള, ഗസയിൽ നിന്നുള്ള മാധ്യമങ്ങൾ. അതേസമയം ഈ ഗസയ്ക്ക് വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും എല്ലാ സപ്പോർട്ടും അല്ലെങ്കിൽ എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഇപ്പോഴും ശക്തമായി രംഗത്ത് നിൽക്കുന്നത് യമൻ തന്നെയാണ്, ഹൂത്തികൾ തന്നെയാണ്. യമന്റെ സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ ചെയർമാൻ മെഹദി അൽ മഷാത്ത് ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നെഗോഷിയേറ്റ് വിത്ത് യുവർ ഹെഡ്സ് ഹെൽഡ് ഹൈ, നിങ്ങളുടെ തല ഉയർത്തി നിന്നുകൊണ്ട് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുക, നിങ്ങൾ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, വിലപേശലുകൾ നടത്തുക എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. തല ഒരിക്കലും താഴ്ത്തി നിൽക്കേണ്ട ആവശ്യമില്ല. ലോകത്തെ ഒരു ശക്തിയുടെയും മുമ്പിൽ അങ്ങനെ തല താഴ്ത്തി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ഈ ചർച്ചകളിൽ പങ്കെടുക്കുക എന്ന് ഹമാസിനെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു, ഞങ്ങളൊപ്പമുണ്ട്, യമൻ ഒപ്പമുണ്ട്, ഹൂത്തികളൊപ്പമുണ്ട്. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് മനുഷ്യർ പലസ്തീനിലെ, ഗസയിലെ ആകട്ടെ വെസ്റ്റ് ബാങ്കിലെ ആകട്ടെ മനുഷ്യർക്കൊപ്പമുണ്ട് എന്നുകൂടി യമനിലെ സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിലിന്റെ ചെയർമാൻ മെഹദി അൽ മഷാത്ത് സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരോട് അങ്ങനെ ഒരു ആഹ്വാനം നടത്തുന്നു. ഏറ്റവും പ്രധാനമായി പറയാനുള്ള വാർത്തകൾ പശ്ചിമേഷ്യയിൽ നിന്ന് ഈ വാർത്തകളൊക്കെയാണ്. വൈകാതെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം വീണ്ടും ചേരാം.